നമസ്കാരം. പശ്ചിമേഷ്യ യുദ്ധത്തിലേക്ക് തന്നെയാണ്. ചർച്ചയ്ക്കുള്ള ഒമാൻ അഭ്യർത്ഥനയും ഇറാൻ തള്ളിയിട്ടുണ്ട്. ആക്രമണം നടക്കുമ്പോൾ ചർച്ചയില്ല എന്നാണ് ഇറാന്റെ നിലപാട്. എന്നാൽ ഇത് ഇറാനെ കൂടുതൽ ദുരിതത്തിലാക്കിയേക്കും. ഇസ്രായേലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ആക്രമണം തുടരുകയാണ്. ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്. എന്നാൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഇറാനിൽ തന്നെയാണ്. ഇന്നലെ രാത്രിയിലും ഇസ്രായേൽ ആകാശത്ത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പറന്നെത്തി. മിക്കതും തകർത്തെങ്കിലും ചിലതൊക്കെ ഇസ്രായേലിൽ വീണ് നാശങ്ങൾ ഉണ്ടാക്കിയെന്നാണ് വസ്തുത. എന്നാൽ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ തകർത്ത് ഇസ്രായേലിന്റെ തിരിച്ചടി അതിരൂക്ഷമായിരുന്നു. മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി ബ്രിട്ടനും അമേരിക്കയും തയ്യാറാകുന്നതും റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ പശ്ചിമേഷ്യയിൽ മഹായുദ്ധം ആരംഭിച്ചതായി വിദഗ്ധർ പറയുന്നുണ്ട്. ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഇറാനെ വളഞ്ഞിട്ട് ആക്രമിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. എന്തായാലും തങ്ങളുടെ പ്രധാനപ്പെട്ട 2 എണ്ണപ്പാടങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തെക്കൻ ബുഷേഹർ പ്രവിശ്യയിലെ സൗത്ത് പാർസ് ഫജർ ജാം എണ്ണപ്പാടങ്ങൾക്ക് നേരെയാണ് ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണമുണ്ടായത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തിയതായും ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്തു. വടക്കു പടിഞ്ഞാറൻ ടെഹ്റാനിലെ എണ്ണ സംഭരണശാലകളും ഇസ്രായേൽ തകർത്തിട്ടുണ്ട്. ഷഹ്റാൻ എണ്ണ സംഭരണശാലയ്ക്ക് നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായത്. ആക്രമണത്തെ തുടർന്ന് ഷഹ്റാൻ എണ്ണ സംഭരണശാലയിൽ വൻ അഗ്നിബാധയുണ്ടായതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എന്തായാലും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് വീണ്ടും ഇറാൻ മിസൈൽ ആക്രമണം തുടരുകയായിരുന്നു. ഇതോടെയാണ് യുദ്ധസമാന സാഹചര്യം ഉറപ്പായത്. ഇസ്രായേലിൽ വിവിധയിടങ്ങളിൽ മിസൈലുകൾ പതിച്ചു എന്നാണ് വിവരം. 100ഓളം മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചതായിട്ടാണ് ഇറാനിയൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ. നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി 10:30ഓടെയാണ് ഇറാൻ മിസൈൽ ആക്രമണം ആരംഭിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത്. മിസൈലുകൾക്കൊപ്പം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണവും ഇറാൻ നടത്തിയിട്ടുണ്ട്. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇറാഖിലെ വ്യോമമേഖല ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ യുദ്ധവിമാനങ്ങളെ തടയണമെന്ന് ഇറാഖ് US-നോട് ആവശ്യപ്പെടുകയും ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഫോണിൽ സംസാരിച്ചു. ഇറാനെ ആക്രമിച്ച ഇസ്രായേൽ നടപടിയെ പുടിൻ അപലപിച്ചു. അതിനിടെ ഇസ്രായേലിന്റെ 3ാമത്തെ F-35 യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്ന് അവകാശപ്പെട്ട് ഇറാൻ രംഗത്ത് വന്നു. പൈലറ്റിനെ ഇറാൻ സൈന്യം അറസ്റ്റ് ചെയ്തുവെന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇസ്രായേൽ ഈ വാർത്ത നിഷേധിച്ചിട്ടുണ്ട്. ഇറാന്റെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്നും ഇറാൻ മാധ്യമങ്ങൾ വ്യാജ വാർത്ത പടർത്തുകയാണെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് അവിച്ചായ് അദ്രയി X-ൽ പ്രതികരിച്ചു. നേരത്തെ മറ്റു 2 F-35 വിമാനങ്ങൾ കൂടി വെടിവെച്ചിട്ടെന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു. ഇറാനെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് 3ാമത്തെ വിമാനവും വെടിവെച്ചിട്ടെന്ന ഇറാന്റെ അവകാശവാദം. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലാണ് ഇസ്രായേൽ വൻ വ്യോമാക്രമണം നടത്തിയത്.